എല്ലാവർക്കും ലോയൽ ബില്യണർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷതയോടെ തുടരുന്നത് വിപണിയെ വലുതായി സ്പർശിച്ചില്ല. എന്നാൽ ഉയരുന്ന ക്രൂഡ് വിലയും ഫെഡ് ചെയർമാൻ്റെ പ്രഖ്യാപനവും കാത്തിരുന്ന് പ്രതികരിക്കുക എന്ന നിലയിലേക്ക് നിക്ഷേപകരെ മാറ്റിയിട്ടുണ്ട്. സെൻസെക്സ് ഇന്ന് 138.64 പോയിന്റ് ഇടിഞ്ഞ് 81,444.66 നിഫ്റ്റി 50യുടെ താഴ്ച 41.35 പോയിന്റാണ്. 24,812.05 നിഫ്റ്റിയുടെ ക്ലോസിംഗ്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് സമ്മർദ്ദം നേരിട്ടു. മീഡിയ, മെറ്റൽ, പൊതുമേഖലാ ബാങ്ക് സൂചികകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് പോസിറ്റീവായി ക്ലോസ് ചെയ്തത് ബാങ്ക്, ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകളാണ്. പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ തീവ്രതയിൽ ഓരോ നിമിഷവും മാറ്റം വരുന്നത് വിപണിയെയും ബാധിക്കുന്നുണ്ട്. ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ തിരിച്ചുവരവായിരുന്നു. 4ാം പാദത്തിലെ മോശം പ്രവർത്തന ഫലവും ബാങ്കിൻ്റെ ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോ തട്ടിപ്പും മൂലം കുഴപ്പത്തിലായ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികൾ കുറച്ചുനാളായി കയറിയും ഇറങ്ങിയുമായിരുന്നു തുടർന്നിരുന്നത്. ഇന്ന് 4.69% നേട്ടത്തിലാണ് ഈ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ നോമുറ ഓഹരികളുടെ റേറ്റിംഗ് ഉയർത്തിയതാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികളെ സഹായിച്ചത്. അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്, എസ്കോർട്സ്, കുബോട്ട, പേടിഎം എന്നീ ഓഹരികളും ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചത്. ഇന്ന് ഏറ്റവും തിരിച്ചടി നേരിട്ട ഓഹരികളിലൊന്നാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. 6.90% താഴ്ചയ്ക്ക് കാരണം വേദാന്ത അവരുടെ കൈവശമുണ്ടായിരുന്ന 7.2 കോടി ഓഹരികൾ ബ്ലോക്ക് ഡീലിലൂടെ വിറ്റഴിച്ചതാണ്. ഏകദേശം 3,323 കോടി രൂപയുടേതാണ് ഇടപാട്. വാരി എനർജീസ്, മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിശാൽ മെഗാമാർട്ട് എന്നീ ഓഹരികൾക്കും തിരിച്ചടി നേരിട്ടു. ഇനി കേരള കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ കൂടുതൽ കേരള ഓഹരികളും ഇന്ന് തിരിച്ചടി നേരിട്ടു. കല്യാൺ ജ്വല്ലേഴ്സ് ഓഹരി വില 0.86% ഉയർന്നു. കേരള ആയുർവേദ, കിറ്റെക്സ് ഗാർമെൻറ്റ്സ്, KSE എന്നീ ഓഹരികളും ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചത്. അതേസമയം മണപ്പുറം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, പോപ്പുലർ വെഹിക്കിൾസ് ഓഹരികൾക്ക് ഇന്ന് തിരിച്ചടിയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള പ്രധാന ബാങ്കിംഗ് ഓഹരികളും ഇന്ന് തിളങ്ങിയില്ല. ഇതുപോലുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്